ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര അങ്ങ് ഇടുക്കിയിലുള്ള രാമക്കൽമേടിലോട്ടാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള എൻ്റെ വൈഫ് ഹൗസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങിയത്. ഈ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്ററാണ് രാമക്കൽമേടിലോട്ടുള്ളത്. ഏതായാലും പോകുന്ന വഴിക്ക് തന്നെ വൈഫിൻ്റെ 2 റിലേറ്റീവ്സിൻ്റെ വീട്ടിലൂടെ കയറാനുണ്ട്. നമ്മളിന്ന് രാമക്കൽമേട് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കുട്ടിക്കാനം വഴിയാണ്. കുട്ടിക്കാനത്തുനിന്ന് തിരിഞ്ഞ് അവിടുന്ന് പിന്നെ പെരിയാറും വണ്ടിപ്പെരിയാറും ഒക്കെ വഴി കുമളിക്ക് മുന്നേയായി ചെറിയൊരു ഡൈവേഷൻ എടുത്ത് നേരെ കാട്ടാപ്പനയിലോട്ട് കയറണം. ഇപ്പോൾ നമുക്ക് നേരെ മുന്നിലായി കാണുന്നതാണ് മരിയൻ കോളേജ്. ഇവിടുന്ന് തൊട്ട് ഇനി നമുക്ക് പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ടീ പ്ലാന്റേഷൻസ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് ഇടുക്കിയിലെ വണ്ടമേടുള്ള ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ്. ഈ ഒരു ഇടുക്കി വണ്ടമേടിൽ നിന്ന് കട്ടപ്പനയിലോട്ട് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ ഒരു വണ്ടമേട് എത്തുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിച്ചത് ഇതുപോലെ കുറേ ഏലത്തോട്ടങ്ങളാണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്കിതുപോലെ ഏലക്ക കൃഷിയാണ് കേട്ടോ കാണാൻ സാധിക്കുക. അങ്ങനെ ഓടി ഓടി അവസാനം ഉച്ചയായപ്പോൾ വണ്ടമേടുള്ള നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടെത്തി. ഇവിടെ എത്തി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അവരുടെ തോട്ടം കാണാനായിട്ട് നമ്മളെ അവർ കൊണ്ടുപോയി. ഇവിടെ മെയിനായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലക്ക കൃഷി തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന മൊത്തം അവരുടെ ഏലക്കാത്തോട്ടമാണ്. അതുപോലെ ഈ മേളിൽ കാണുന്ന പച്ച തുണി കണ്ടോ, അത് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഉള്ള വെയിലിനെ പ്രതിരോധിക്കാനായിട്ടാണ്. ഇതുപോലെ ഈ ഒരു ഏലക്കാച്ചെടിയുടെ താഴ്ഭാഗത്തായിട്ടാണ് നമുക്കിങ്ങനെ ഏലക്കയുടെ മൊട്ട് ആദ്യം കാണാൻ സാധിക്കുക. ഒരു മൊട്ട് വിടർന്ന് പൂവായതിന് ശേഷം അത് പിന്നെ ചെറിയ ചെറിയ ഏലക്കയുടെ കായായിത്തീരും. ഇപ്പോൾ ഒരു കറക്റ്റ് സീസൺ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അധികം ഏലക്കയൊന്നും നമുക്കിതുപോലെ കാണാൻ സാധിക്കാത്തത്. ഈ കാണുന്ന ചെറിയ പൂക്കളാണ് പിന്നെ പതുക്കെ പച്ചക്കായായി മാറുകയും അത് ആവശ്യത്തിന് പരുവം എത്തിയതിന് ശേഷം അതെടുത്ത് ഉണക്കി പതുക്കെ വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്?
അതെന്താ എൻ്റെ കൃഷി കിടക്കുന്നു. മധുരമുണ്ടോ? ചെറിയൊരു പുളിയുണ്ട്. ആ ആ ആ അത് ശരി. കുറച്ച് ഇതാണ്, ടൈറ്റാണ്. അങ്ങനെ ഇവിടുന്ന് ഇനി കട്ടപ്പനയിലോട്ടാണ് യാത്ര. കട്ടപ്പനയിലെ അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വൈകിട്ടാണ് നമ്മൾ രാമക്കൽമേട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കട്ടപ്പന മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് രാമക്കൽമേടിലോട്ട് കാണിക്കുന്നത്. ഇങ്ങോട്ട് പോകാനുള്ള ബെസ്റ്റ് ടൈമും അതിരാവിലെയും അതുപോലെ വൈകിട്ടും ഒക്കെ തന്നെയാവും. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിക്കാണും. ഈ ഒരു അമ്പലത്തിന് മുന്നിലായി തന്നെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഇതുപോലെയുള്ള ചെറിയ വഴിയിലൂടെയൊക്കെയാണ് കയറിപ്പോവേണ്ടത്. ഞങ്ങളിന്ന് ഇങ്ങോട്ട് പോയത് ഞാനും എൻ്റെ വൈഫും വൈഫിൻ്റെ ഒരു കസിനും കൂടെയായിരുന്നു. സമയം അധികം ഇരുട്ടുന്നതിന് മുന്നേ തന്നെ മേളിലോട്ട് പോയി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം നമ്മളീ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ കുറച്ച് കാട്ടിനുള്ളിലൂടെയൊക്കെയാണ്. ഇത് പിടിച്ചൊക്കെ കയറണമല്ലോ, കുറച്ച് കഷ്ടമായിരിക്കും. അങ്ങനെ അവസാനം കയറി ചെന്നെത്തുന്നത് ഇതുപോലെയുള്ള ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയിലോട്ടാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും കാണാൻ സാധിക്കും.
ഇതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുറുവനും കുറത്തിയുടെ സ്റ്റാച്ചു കൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോകാനായിട്ട് ഈ ഒരു രാമക്കൽമേടിൻ്റെ എൻട്രൻസിൽ നിന്നും ഒരു 100-150 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറിപ്പോകാനുള്ള എൻട്രൻസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് വൈകുന്നേരം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞതോടെ ഞങ്ങൾ പതുക്കെ കട്ടപ്പനയിലെ വീട്ടിലോട്ട് തിരിച്ചു. ഇനി അവിടുന്ന് നാളെ നേരെ പോകുന്നത് വാഗമണിലോട്ടാണ്. അപ്പോൾ വാഗമണിലെ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.